നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വിദ്യാഭ്യാസ ചിന്തകർ പ്ലേറ്റോ, ജോൺ ആമസ് കൊമിനിയസ്, ജീൻ ജാക്കസ് റൂസോ, ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി, ജോഹാൻ ഫ്രെഡറിക് ഹെർബർട്ട്, ഫ്രെഡറിക് മിൽഹാം, ആഗസ്റ്റ് ഫ്രോബൽ, മറിയ മോണ്ടിസോറി. ഫിലോസോഫിയ എന്നീ ഗ്രീക്ക് പദങ്ങൾ കൂടിച്ചേർന്നതാണ് ഫിലോസഫി അല്ലെങ്കിൽ ദർശനം. ഫിലോസ് എന്നാൽ ലവ് എന്നും സോഫിയ എന്നാൽ വിസ്ഡം അല്ലെങ്കിൽ നോളജ് എന്നുമാണ് അർത്ഥം. ഫിലോസഫി എന്ന വാക്കിൻ്റെ പദാനുപദ തർജിമ ലവ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ ലവ് ഓഫ് നോളജ് എന്നാണ്. വിജ്ഞാനത്തിന് വേണ്ടിയുള്ള സ്നേഹം. വിവിധ വൈജ്ഞാനിക ശാഖകളിൽ കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയമായ അന്വേഷണമാണ് ദർശനം. യുക്തിയുടെയും പഠനത്തിൻ്റെയും ചിന്തയുടെയും ഫലമായുണ്ടായ ആഴത്തിലുള്ള നിഗമനങ്ങളും നിരീക്ഷണങ്ങളുമാണ് ദർശനങ്ങൾ. ചില വിദ്യാഭ്യാസ ദാർശനികരുടെ കാഴ്ചപ്പാടുകൾ. ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ പോലെയാണ് ഈ ഭൗതിക ലോകം. യുക്തിചിന്ത കൊണ്ടും സത്യാന്വേഷണം കൊണ്ടും ഈ ഇരുട്ടിനെ മറികടക്കുകയും യഥാർത്ഥ സത്യം കണ്ടെത്തുകയുമാണ് വേണ്ടത്. പ്ലേറ്റോ. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രതിഫലനമായി ചിന്താശേഷിയും മനസ്സാന്നിധ്യവുമുള്ള ഒരു വ്യക്തിയുടെ പിറവിക്ക് സഹായിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഫ്രെഡറിക് ആഗസ്റ്റ് ഫ്രോബൽ. മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികവും. ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. രവീന്ദ്രനാഥ് ടാഗോർ. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഗാന്ധിജി. വിവിധ ദർശനങ്ങളും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളും. വിദ്യാഭ്യാസ ലക്ഷ്യം. ആശയവാദം. ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. പ്രകൃതിവാദം. കുട്ടികളുടെ നൈസർഗിക ശേഷികളുടെ വികാസമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. പ്രായോഗികവാദം. പ്രായോഗിക ജീവിതം ഫലപ്രദമാവുകയും കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ധാരണകളും ശേഷികളും ആർജിക്കുക. മാനവികതാവാദം. മനുഷ്യൻ്റെ സർവോന്മുഖ വികാസമാണ്. ബോധനരീതി. പ്രായോഗികവാദം. വിദ്യാർത്ഥി കേന്ദ്രബിന്ദു, സമൂഹ കേന്ദ്രീകൃത വിദ്യാഭ്യാസം. പ്രവർത്തനാധിഷ്ഠിത പഠനം. പ്രഭാഷണ രീതി അംഗീകരിക്കുന്നില്ല. പ്രകൃതിവാദം. വിദ്യാലയങ്ങളും പാഠപുസ്തകങ്ങളും വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. പ്രകൃതിയാണ് പഠനോപാധിയായി വേണ്ടത്. അച്ചടക്കം. സ്വാതന്ത്ര്യം. ആശയവാദം. നിയമങ്ങൾ അനുസരിക്കാനുള്ള ശീലം വികസിപ്പിക്കണം. പ്രകൃതിവാദം. വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രധാനം. പ്രായോഗികവാദം. അച്ചടക്കം സ്വയം വികസിപ്പിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യം അനുവദിച്ചാലേ അത് സാധ്യമാകൂ. പ്ലേറ്റോ. കാലഘട്ടം BC 427 മുതൽ 347 വരെ. അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് പ്ലേറ്റോ ആണ്. പാശ്ചാത്യ ദേശത്തെ ആദ്യ സർവകലാശാലയായി കണക്കാക്കാവുന്നത് അക്കാദമിയാണ്. പ്ലേറ്റോയുടെ പ്രധാന വിദ്യാഭ്യാസ സന്ദർശനമാണ് ആദർശവാദം. വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമേ അല്ലെന്നും വിദ്യാഭ്യാസം രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണെന്നും വാദിച്ചത് പ്ലേറ്റോയാണ്. പ്ലേറ്റോയുടെ പ്രധാന കൃതികളാണ് റിപ്പബ്ലിക്, നിയമങ്ങൾ, പ്രോട്ടഗോറസ്, സിംബോസിയം. സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പ്ലേറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക്. ജോൺ ആമസ് കൊമിനിയസ്. കാലഘട്ടം 1592 മുതൽ 1670 വരെ. കൊമിനിയസിൻ്റെ ജന്മരാജ്യം ചെക്കോസ്ലോവക്യ. വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നൂതനാശയങ്ങളെക്കുറിച്ചും അധ്യാപന തത്വങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ജോൺ ആമസ് കൊമിനിയസിൻ്റെ ഗ്രന്ഥമാണ് ഗ്രേറ്റ് ഡയാറ്റിക്. കൊമിനിയസിനെ ഏറ്റവുമധികം സ്വാധീനിച്ച ചിന്തകനാണ് ഫ്രാൻസിസ് ബേക്കൺ. കൊമിനിയസിൻ്റെ അധ്യാപന രീതിയാണ് പ്രകൃതി തത്വത്തിൽ അധിഷ്ഠിതമായത്. അധികാരസ്ഥാനത്തിലുള്ളവർക്കും ഉന്നത കുലജാതർക്കും മാത്രം ലഭ്യമായിരുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണെന്നും അത് എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് ജോൺ ആമസ് കൊമിനിയസ് ആണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളായി കൊമിനിയസ് എടുത്തു പറയുന്നത് പ്രധാനമായും 3 എണ്ണമാണ്. 1.
മനുഷ്യർക്ക് യുക്തിബോധമുളവാക്കുന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കുക. 2. മനുഷ്യരിൽ സ്വതന്ത്രാവബോധം വികസിപ്പിക്കാനും സ്വഭാവം രൂപപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക. 3. ദൈവത്തെ അറിയുന്ന രീതിയിൽ ഉള്ള ഭക്തി ഉണ്ടാക്കുക. ഒരു വ്യക്തിയുടെ മനസ്സ് പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന ബാല്യകാലത്ത് തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ആമസ് കോമിനിയസ് ആണ്. പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ആമസ് കോമിനിയസ് ആണ്. കോമിനിയസ് ലത്തീൻ വ്യാകരണ സ്കൂളിൽ ഉൾപ്പെടുത്തിയ ഭാഷകളാണ് മാതൃഭാഷ, ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു. ലത്തീൻ വ്യാകരണ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 വിഷയങ്ങളാണ് വ്യാകരണം, അലങ്കാരശാസ്ത്രം, ദർശനം, യുക്തിവാദം, നീതിശാസ്ത്രം, ഗണിതം. നല്ല വിദ്യാഭ്യാസത്തിൻ്റെ 3 താക്കോലുകൾ: നല്ല ഗുരുക്കന്മാർ, നല്ല പാഠപുസ്തകങ്ങൾ, നല്ല പഠനരീതികൾ. കോമിനിയസ് കുട്ടികളെ പഠിപ്പിക്കരുതെന്ന് അനുശാസിക്കുന്ന കൃതികൾ ആണ് പ്ലാറ്റസ്, ഓവിഡ്, ടെറൻസ്, സിസറോ. ജീൻ ജാക്കസ് റൂസോ. കാലഘട്ടം 1712 മുതൽ 1778 വരെ. വിദ്യാഭ്യാസ വീക്ഷണങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെയും ദോഷങ്ങളെയും അവതരിപ്പിക്കുന്ന റൂസോയുടെ കൃതിയാണ് എമിലി, 1769. റൂസോയുടെ അഭിപ്രായത്തിൽ ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ അമ്മയും പ്രകൃതിയുമാണ്. കുഞ്ഞുങ്ങളെ സംസാരിക്കാൻ ശീലിപ്പിക്കേണ്ട ഭാഷ മാതൃഭാഷയാണ്. റൂസോയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ വികസനത്തെ 4 ഘട്ടങ്ങളായി വിഭജിക്കുന്നു. 1. ശൈശവം, ജനനം മുതൽ 5 വയസ്സ് വരെ. 2. ബാല്യം, 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. 3. കൗമാരം, 12 മുതൽ 15 വയസ്സ് വരെ. 4. യൗവനം, 15 മുതൽ 25 വയസ്സ് വരെ. റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ചരിത്രം, ഭാഷ എന്നീ വിഷയങ്ങൾ ആവശ്യമില്ലാത്ത കാലഘട്ടമാണ് ബാല്യകാലഘട്ടം. പ്രകൃതി ശാസ്ത്രത്തിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാൻ അനുയോജ്യമായ സമയമായി റൂസോ അഭിപ്രായപ്പെടുന്ന കാലഘട്ടമാണ് കൗമാരം. റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമാകുന്ന കാലഘട്ടമാണ് കൗമാരം. അധ്യാപകൻ കുട്ടികളുടെ താൽപ്പര്യത്തിനൊത്ത് പഠിപ്പിക്കുകയും സുഹൃത്തിനെ പോലെ പെരുമാറുകയും വേണം. വൈകാരികമായ വികാസവും വ്യക്തിത്വ വികാസവും സന്മാർഗബോധവും സംഭവിക്കേണ്ട കാലഘട്ടമാണ് യൗവനം. റൂസോയുടെ പ്രധാന കൃതികൾ കൺഫെഷൻസ്, ദ ന്യൂ ഹെലോസിസ്, ദ സോഷ്യൽ കോൺട്രാക്റ്റ്, എമിലി, ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. പ്രകൃതിയിലേക്ക് മടങ്ങുക, റിട്ടേൺ ടു ദ നേച്ചർ എന്ന ആശയത്തിൻ്റെ വക്താവാണ് റൂസോ. റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ: കുട്ടിത്തത്തെ ബോധനശാസ്ത്രപരമായി അല്ലെങ്കിൽ പെഡോളജിക്കൽ വേയിൽ നോക്കിക്കാണണം. കുട്ടിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രബിന്ദു. കുട്ടികൾ യഥാർത്ഥത്തിൽ നന്മ നിറഞ്ഞവരാണ്. സമൂഹമാണ് മനുഷ്യരെ ദുഷിപ്പിക്കുന്നത്. കുട്ടിയുടെ പ്രകൃതി അനുസരിച്ചാകണം വിദ്യാഭ്യാസം. ജന്മ താൽപ്പര്യമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ ബാഹ്യ നിയമങ്ങൾക്കനുസൃതമായിട്ടല്ല. ആത്മപ്രകാശനമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. പ്രയോഗത്തിലൂടെയാണ് സിദ്ധാന്തം രൂപപ്പെടുത്തേണ്ടത്. പ്രകൃതിയാണ് പ്രഥമ അധ്യാപകൻ. ഇന്ദ്രിയ പരിശീലനമാണ് ആദ്യം നൽകേണ്ടത്, പിന്നീട് മതി സന്മാർഗ ബൗദ്ധിക വിദ്യാഭ്യാസം. റൂസോയും പ്രകൃതിവാദവും. പ്രകൃതി എന്നെ സന്തുഷ്ടനും നല്ലവനുമായാണ് സൃഷ്ടിച്ചത്. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ അതിന് കാരണം ഈ സമൂഹമാണ്. ഇത് പറഞ്ഞത് റൂസോയാണ്. അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തത്തെക്കാൾ വിലമതിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത്. സമൂഹവുമായുള്ള സംസർഗമാണ് അവരെ ചീത്തയാക്കുന്നത്. ഇതെല്ലാം തന്നെ റൂസോയുടെ വാക്കുകളാണ്. ജോഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി. കാലഘട്ടം 1746 മുതൽ 1827 വരെ. പെസ്റ്റലോസിയുടെ ജന്മരാജ്യം സ്വിറ്റ്സർലാൻഡ്. പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് ലിയോനാർഡ് ആൻഡ് ജെർട്രൂഡ്. പെസ്റ്റലോസി ആശയാവിഷ്കരണം നടത്തിയ വിദ്യാഭ്യാസ രീതിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് ഹൗ ജെർട്രൂഡ് ടീച്ചേഴ്സ് ഹെർ ചിൽഡ്രൻ. പെസ്റ്റലോസി വിവിധ കാലഘട്ടത്തിൽ വിദ്യാലയം സ്ഥാപിച്ച സ്ഥലങ്ങളാണ്
ഓർഗാൻ 1778, സ്റ്റാൻസ് 1799, ബർഡോഫ് 1800 മുതൽ 1804 വരെ, വെർഡൻ 1805 മുതൽ 1825 വരെ. പസ്റ്റലോസിയെ വളരെയേറെ സ്വാധീനിച്ച റൂസോയുടെ പുസ്തകമാണ് എമിലി. മനുഷ്യൻ്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനാത്മകവുമായ വികസനമാണ് വിദ്യാഭ്യാസം എന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആരുടെ നിർവചനമാണ്? പസ്റ്റലോസി. പസ്റ്റലോസിയുടെ പ്രധാന കൃതികൾ ലിയോനാർഡ് ആൻഡ് ജെർട്രൂഡ്, ഹൗ ജെർട്രൂഡ് ടീച്ചസ് ഹെർ ചിൽഡ്രൻ, ബുക്സ് ഫോർ മദേഴ്സ്, മദർ ആൻഡ് ചൈൽഡ്. ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്നറിയപ്പെടുന്നത് പസ്റ്റലോസിയാണ്. ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് എന്ന് പറഞ്ഞത് പസ്റ്റലോസിയാണ്. ജോഹാൻ ഫെഡറിക് ഹെർബർട്ട്, കാലഘട്ടം 1776 മുതൽ 1841 വരെ. വിദ്യാഭ്യാസ രീതികളും ലക്ഷ്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ തത്വശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഒരുപോലെ പങ്കുണ്ടെന്ന് വിശ്വസിച്ചിരുന്നത് ഹെർബർട്ട് ഫെഡറിക് ആണ്. ഹെർബർട്ടിൻ്റെ അഭിപ്രായത്തിലുള്ള 3 രീതിയിലുള്ള ആശയങ്ങളാണ് സാമ്യമുള്ളവ, വൈവിധ്യമുള്ളവ അല്ലെങ്കിൽ സാമ്യമില്ലാത്തവ, വിരുദ്ധ സ്വഭാവമുള്ളവ. തൻ്റെ വിദ്യാഭ്യാസ ചിന്തകളെയും നൂതനാശയങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഹെർബർട്ടിൻ്റെ പുസ്തകമാണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഹെർബർട്ടിൻ്റെ തത്വങ്ങളെ ആധാരമാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വികസിപ്പിച്ചെടുത്ത ബോധനക്രമങ്ങളാണ് തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻ, അവതരണം പ്രസൻറ്റേഷൻ, സംയോജനം അസോസിയേഷൻ, സാമ്യവൽക്കരണം ജനറലൈസേഷൻ, പ്രയോഗം ആപ്ലിക്കേഷൻ. ഫെഡറിക് വിൽഹെം ആഗസ്റ്റ് ഫ്രോബൽ, കാലഘട്ടം 1782 മുതൽ 1852 വരെ. ശിശു വിദ്യാഭ്യാസത്തിൻ്റെ വിചക്ഷണനായിരുന്നു ഫ്രോബൽ. ഫ്രോബലിൻ്റെ ജന്മരാജ്യം ജർമ്മനി. ആത്മസത്തയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. പ്രപഞ്ചം മുറ്റി നിൽക്കുന്ന പരാത്മാവിൽ പങ്കുചേരാൻ ജീവാത്മാവിനെ തയ്യാറാക്കുകയാണ് നിന്റെ ധർമ്മം. ഫ്രോബൽ. ഫ്രോബലിൻ്റെ അഭിപ്രായത്തിൽ കിൻഡർ ഗാർഡനിലെ അധ്യാപകനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് ഗാനാത്മകത, അഭിനയ പാടവം, ആർജവം, നൈർമല്യം. ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയം കിൻഡർ ഗാർഡൻ, ശിശുക്കളുടെ പൂന്തോട്ടം. കളിരീതി പ്ലേ വേ മെത്തേഡിൻ്റെ ഉപജ്ഞാതാവാണ് ഫ്രോബൽ. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വച്ചത് ഫ്രോബലാണ്. ഫ്രോബലിൻ്റെ അഭിപ്രായത്തിൽ അച്ചടക്കത്തിനാവശ്യമായ മൂല്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നത് കളിയിലൂടെയാണ്. കുട്ടികളുടെ സൃഷ്ടിപരവും സൗന്ദര്യബോധപരവുമായ ശക്തികളെ വികസിപ്പിക്കാനും ഇന്ദ്രിയ പരിശീലനത്തിനും വേണ്ടി ഫ്രോബൽ ബോധപൂർവം സംവിധാനം ചെയ്ത കളിപ്പാട്ടങ്ങൾ അറിയപ്പെട്ടത് സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് എന്നാണ്. തടിപ്പന്തുകൾ, ചതുരക്കട്ടകൾ, വൃത്തസ്തംഭങ്ങൾ, വിവിധ രൂപമാതൃകകൾ നിർമ്മിക്കാനുള്ള പാറ്റേണുകൾ എന്നിവയാണ് സമ്മാനങ്ങൾ ഉൾപ്പെടുന്നത്. ഫ്രോബലിൻ്റെ പ്രധാന കൃതികൾ വിദ്യാഭ്യാസവും വികസനവും, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഓഫ് മാൻ, കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ, ദ പെഡഗോഗീസ് ഓഫ് കിൻഡർ ഗാർഡൻ. ഫ്രോബലിൻ്റെ വിദ്യാഭ്യാസ ചിന്തകൾ. സ്വയം പ്രവർത്തനങ്ങളിലൂടെ പ്രകാശമാകുന്ന ഒരാത്മീയ ചൈതന്യം എല്ലാ കുട്ടികളിലുമുണ്ട്. കളിയാണ് ഈ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദു. സ്വതന്ത്ര വളർച്ച, ആരോഗ്യ സാമൂഹ്യ ശീലങ്ങൾ വളർത്തൽ, ബുദ്ധിപരവും കായികവും വൈകാരികവുമായ വികാസം, സർഗശേഷികൾ വളർത്തൽ എന്നിവയാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. കഥ പറയൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കളിപ്പാട്ട നിർമ്മാണം ഉപയോഗിക്കലും, താളാത്മകതാ പ്രവർത്തനങ്ങൾ, പസിലുകൾ, ബിൽഡിംഗ് ബ്ലോക്കുകൾ, മുത്തുകോർക്കൽ, തോട്ടം പരിചരിക്കൽ, ചിത്രരചന, ചുമരുകൾ അലങ്കരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചു. കമ്പിളിപ്പന്തുകൾ, ചതുരക്കട്ടകൾ, ഗോളങ്ങൾ തുടങ്ങിയ പഠനോപകരണങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ചു. മറിയ മോണ്ടിസോറി, കാലഘട്ടം 1870 മുതൽ 1952 വരെ.
ഒരു കൂട്ടത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും മാനസികാവസ്ഥ പ്രത്യേകം കണക്കിലെടുക്കുകയും അവർക്ക് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകേണ്ടത് ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് മറിയ മോണ്ടിസോറിയാണ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ നൈസർഗിക വികാസത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുതിർന്നവരുടെ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്നഭിപ്രായപ്പെട്ടത് മറിയ മോണ്ടിസോറിയാണ്. മോണ്ടിസോറി പഠനരീതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇന്ദ്രിയ പരിശീലനം. വേദനാജനകമായ ശിക്ഷകളോ ആകർഷകമായ സമ്മാനങ്ങളോ കുട്ടികളുടെ നൈസർഗിക വികസനത്തിന് സഹായിക്കില്ല എന്നഭിപ്രായപ്പെട്ടത് മറിയ മോണ്ടിസോറിയാണ്. ശാരീരിക അവയവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമീയ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായി വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനമാണ് പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം, ഡിഡാക്റ്റിക് അപ്പാരറ്റസ്. മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയിലെ 3 പ്രധാന പ്രവർത്തനങ്ങൾ: പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം, ബോധേന്ദ്രിയ പരിശീലനം, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം. മോണ്ടിസോറിയുടെ പ്രധാന കൃതികൾ: വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകള്ളികൾ, ദ സീക്രട്സ് ഓഫ് എഡ്യൂക്കേഷൻ, ശിശുപരിപാലനം, ചൈൽഡ് ട്രെയിനിങ്, ശിശുവിൻ്റെ സ്ഥാനവും വിദ്യാഭ്യാസവും, ദ ചൈൽഡ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ പുനർനിർമ്മാണം, റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ, മോണ്ടിസോറി രീതി, ദ മോണ്ടിസോറി മെത്തേഡ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.